ഈ ലുക്ക് നല്ല ഭംഗിയുള്ള 2 കളേഴ്സിൻ്റെ അതൊന്നും നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് ഡാർക്ക് ഷെയ്ഡ്സും അത് പറയുമ്പോഴത്തേക്ക് ആദ്യം ഒരു ലൈറ്റ് ഗോൾഡനും പിങ്കും ഷെയ്ഡൊക്കെ ആയിരുന്നു. ലൈറ്റ് ഗോൾഡനൊക്കെ അവസാനം എനിക്ക് കിട്ടാണ്ടായത് സോൾഡ് ഔട്ട് ആയിട്ട്. പിങ്ക് ഇപ്പോഴും അവൈലബിൾ ആണ് കേട്ടോ, നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ പ്രീ ഓർഡറിൽ ഇപ്പോഴും എടുത്തു തരാൻ പറ്റും. എനിവേ അപ്പോൾ അതിൻ്റെ കുറച്ച് ഡാർക്ക് ഷെയ്ഡ്സും കൂടി നമ്മൾ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് ചിലതിനകത്ത് മോട്ടീവ് വേരിയേഷൻസ് ഒക്കെ ആയിട്ട് 1499 റേഞ്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇറ്റ്സ് വെരി കൺവീനിയൻറ്റ്, കംഫർട്ടബിൾ ടു ഡ്രേപ്പ്, കുറച്ചൊന്ന് ഒഴുകി കിടക്കുന്നതാണ്. പിന്നെ ഡാർക്ക് കളേഴ്സിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് കളർ ബ്ലീഡിങ് നമ്മളതുകൊണ്ട് ചെറിയ ഇഷ്യൂസ് വരാൻ ചാൻസസ് ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആൻഡ് ഒരു ക്രിങ്കിൾ ഇതിൽ പോലെ ഇരിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. മൊത്തത്തിൽ ഉടുക്കാൻ വളരെ കംഫർട്ടബിളാണ്. അതിൻ്റെ കൂടെ തന്നെ കാണാൻ നല്ലൊരു ഭംഗിയും ക്ലാസ്സിയും ആയിട്ടുള്ള ഒരു ലുക്കാണ്. എനിബഡി ക്യാൻ ക്യാരി ഇറ്റ്. സോ ലെറ്റ്സ് സീ മോർ കളേഴ്സ് ഓഫ് ഇറ്റ്. സോ ദിസ് ഇസ് ദി ബ്ലാക്ക് വൺ. ജെറ്റ് ബ്ലാക്ക് അല്ല, ഒരു ബ്രൗൺ ടിൻറ്റ് വരുന്ന ഒരു ബ്ലാക്ക് ആണ് കേട്ടോ അതിനകത്ത് വരുന്നത്. This shade is perfect for you to combine with shades like this. നമുക്ക് വൈറ്റ് ടോൺസിൻ്റെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ഗ്രാൻഡ് ഫ്ലവേഴ്സിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ നല്ലതാണ്. ആൻഡ് ദിസ് ആക്ച്വലി ഷൗട്ട്സ് ഒരു യങ് ഫീൽ വരുന്ന ഒരു കളറാണ് കേട്ടോ. ആൻഡ് ദ മെറ്റീരിയൽ ഇഫ് ഐ എം ടോക്കിംഗ് അബൌട്ട് ദ മെറ്റീരിയൽ, ഇതിൻ്റെ അകത്ത് ആക്ച്വലി ഒരു ടെക്സ്ചേർഡ് ഫീലാണ് വന്നിരിക്കുന്നത്. പിന്നെ സം ടൈംസ് ദെയർ വിൽ ബി മിസ്പ്ലേസ്ഡ് സറീസ് ലൈക്ക് ദിസ്. അതൊരു ഡാമേജ് അല്ല, ഇറ്റ്സ് പവർലൂം ഫാബ്രിക്സ്. അതിനകത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇൻസൈഡ്സും പ്രിറ്റി സോഫ്റ്റ് ആണ്. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഇറിറ്റേറ്റ് യുവർ സ്കിൻ. ആൻഡ് കുറച്ച് ഈസിലി ക്രഷ്ഡ് ആവുന്ന മെറ്റീരിയലാണ്. നമുക്ക് ആ ഒഴുകി കിടക്കുന്ന പോലെ തന്നെ ഒന്ന് ക്രഷ്ഡ് ആവുന്ന മെറ്റീരിയലാണ്. ഇറ്റ്സ് കൺവീനിയൻറ്റ് ടു വെയർ. സോ ദിസ് ഇസ് ദി സെക്കൻഡ് ഷെയ്ഡ്. അടുത്ത കളർ നല്ല ഭംഗിയാണ്. ഇതിനൊരു ഡെപ്ത് ഉണ്ട്, അറ്റ് ദ സെയിം ടൈം ബ്രൈറ്റ് ആണ്, ആൻഡ് അതിനൊരു ഫ്രഷ്നെസ് ഉള്ള ഒരു ഷെയ്ഡാണ്. ഇറ്റ്സ് നോട്ട് വെരി കോമൺ എന്നുള്ളൊരു ഫീൽ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് പുതിയ കളേഴ്സൊക്കെ നോക്കുന്നവർക്ക് ചിലപ്പം ഈ ഒരു ഷെയ്ഡ് നിങ്ങളുടെ വാർഡ്രോബിൽ ഉണ്ടാവാനുള്ള ചാൻസസ് കുറവാണ്. ആൻഡ് ഇറ്റ്സ് എ ടോൺ ഓഫ് ബ്രൗൺ. ഇത് നമ്മൾ ആദ്യം കണ്ട മോട്ടീഫാണ് കേട്ടോ. നമുക്ക് ആദ്യത്തെ കളക്ഷനിൽ വന്നിട്ടുണ്ടായിരുന്ന അതേ മോട്ടീഫാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ഓൾസോ ദ സെയിം മെറ്റീരിയൽ. ഐ ഡോണ്ട് ഹാവ് മോർ സ്റ്റോറീസ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. അപ്പോൾ നമ്മളുടെ ഒരു ടേസ്റ്റ് കുറച്ച് ബ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ഗുഡ്. അപ്പോൾ ഡാർക്ക് ഷെയ്ഡ്സിൻ്റെ അകത്ത് വന്നിട്ടുള്ള 4 കളേഴ്സ് ആയിരുന്നു പ്രാവശ്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് ഫൈനൽ കളറാണ്. ദിസ് ഇസ് വൺ ഓഫ് ദി ബ്രൈറ്റ് വൺസ് ഇൻ ദാറ്റ്. അപ്പോൾ ഇതും ഭയങ്കര ഒരു ഇത് ഞാൻ ഇത് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനകത്ത് സ്റ്റാർച്ച് ലെവൽ വേരിയേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇഫ് ഇറ്റ് വാണ്ട് ടു സ്റ്റാർച്ച് ഇറ്റ്, യു ക്യാൻ സ്റ്റാർച്ച് ടു എ ലെവൽ. ഇഫ് ഇറ്റ് ഇസ് ലൈക്ക് ടു ഫ്ലോയി ഫോർ യു, അത് നമുക്ക് ചെറുതായിട്ടൊന്ന് കുറച്ചും കൂടെ മാനേജബിൾ ആക്കാൻ വേണ്ടിയിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഒന്ന് വാങ്ങി നമ്മൾ എടുത്തൊക്കെ കഴിയുമ്പോഴത്തേക്ക് ലൈക്ക് അപ്പോൾ നമുക്ക് കംഫർട്ട് ലെവൽ അറിയാൻ പറ്റും. യു ക്യാൻ ട്വീക്ക് ഇറ്റ് അക്കോർഡിംഗ് ടു യുവർ എന്താ പറയുക കംഫർട്ട്.